ഒരു ഹദീസ് പഠിക്കാൻ, ഒറ്റ ഹദീസ്, ഖിസാസിനെ സംബന്ധിച്ച ഒരു ഹദീസ് അറിയാൻ മഹാനവറുകൾ 1000 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട്. മദീനയിൽ നിന്ന് ഷാമിലേക്ക് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തു. ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ഷാമിലെത്തി. ആരാണ് ഈ സ്വഹാബി എന്ന് പോലും ജാബിർ തങ്ങൾക്കറിയില്ല. ഷാമിലെ ഡമസ്കസിലെ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് ഖിസാസിനെ സംബന്ധിച്ച ഒരു ഹദീസ് നേരിട്ട് കേട്ടിട്ടുണ്ട് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വണ്ടിയെടുത്തു പോയി. മാസങ്ങളെടുത്ത യാത്രയായിരുന്നു അത്. ഷാമിലെത്തിയിട്ട് വീടന്വേഷിച്ചു, ആരാണ് ആ സ്വഹാബി എന്നറിയാൻ. ചെന്ന് നോക്കുമ്പോൾ അബ്ദുല്ലാഹിബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു ആണത്. അബ്ദുല്ലാഹിബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ വീടിൻ്റെ വാതിൽക്കൽ ഒരു ഖാദിമുണ്ട്. ഖാദിമിനോട് പറഞ്ഞു, ജാബിർ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ഷെയ്ഖിനോടൊന്ന് പോയി പറയുന്നു. ആരാണ് ഈ ഷെയ്ഖ്? ജാബിർ എന്നവരുടെ കൂട്ടുകാരനാണ്. അപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉനൈസ് എന്നവരെ വീട്ടിൽ നിന്ന് ചോദിച്ചു, ജാബിറോ ഇബ്നു അബ്ദില്ല, അബ്ദുള്ളയുടെ മകൻ ജാബിറാണോ എന്ന് ചോദിക്കുന്നു. പറഞ്ഞു ഐ നഅം. അതങ്ങ് പറഞ്ഞപ്പോഴേക്കും മഹാനവറുകൾ ഒരു പുതപ്പും പുതച്ചുകൊണ്ട് ഓടി വന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചു. ജാബിർ എന്നവരൊറ്റ ചോദ്യം, ഹദീസുൻ സമിഅ്തഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖിസാസ്. ഖിസാസിനെ സംബന്ധിച്ച് നിങ്ങൾ ഹബീബിൽ നിന്ന് കേട്ട ഒരു ഹദീസ്, അത് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അപ്പൊ ഇന്നിവിടെ നിൽക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഇല്ലല്ല, ഞാൻ പോവാണ്. ആ ഹദീസ് നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ മദീനത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഒരുപക്ഷെ ഞാൻ മരിക്കുകയോ നിങ്ങൾ മരിക്കുകയോ ചെയ്ത് ഈ ഹദീസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിലോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ ധൃതി പിടിച്ച് ഇങ്ങ് ഷാമിലേക്ക് വന്നത് എന്ന് ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു. നോക്കണേ, നമ്മുടെ വിരൽത്തുമ്പിൽ, നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മുടെ ഉസ്താദുമാർ ചുറ്റുവട്ടത്തും ഉണ്ടാകുമ്പോൾ ഇൽമ പഠിക്കാൻ ഇത്രയൊന്നും ദൂരം പോകേണ്ടതില്ലാത്ത വിധം നമ്മുടെ മുമ്പിൽ അള്ളാഹു സൗകര്യം ചെയ്തു തരുമ്പോൾ ആ ഇൽമിന് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം, ആ ഇൽമിന് കൊടുക്കേണ്ട മഹത്വം, ആ ഇൽമനുസരിച്ച് ജീവിക്കേണ്ട അനിവാര്യത കൂടി വരികയാണ്. സ്വഹാബികളുടെ കാലം പോലെയല്ല നമ്മുടേത്. സൗകര്യങ്ങൾ അള്ളാഹു ഒരുപാട് തന്നിരിക്കുകയാണ്. ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. ടെക്നോളജി ഉപയോഗപ്പെടുത്തണം. അത് വലിയ ഒരു സൗകര്യമാണ്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ മറിച്ചു നോക്കി ഏതെങ്കിലും ലൈബ്രറികളിൽ കടന്നു ചെന്ന് അവിടുത്തെ ലൈറ്റും അവിടുത്തെ പെർമിഷനും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ സമയവും എല്ലാം ക്രമീകരിച്ച് യാത്ര ചെയ്ത് കണ്ടെത്തേണ്ടിയിരുന്ന കിതാബുകൾ ഇന്നത്തെ ഡിജിറ്റൽ ലൈബ്രറിയിൽ മനുഷ്യന് ലഭ്യമാണ്. ഉപയോഗപ്പെടുത്തണം. വളരെ കൂടുതൽ സമയം ഇൽമിന് വേണ്ടി, അതിൻ്റെ യാത്രക്ക് ചെലവഴിക്കാതെ ഇൽമിന് വേണ്ടി മാത്രം ചെലവഴിക്കാൻ നമുക്ക് നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ സമയമുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം. സ്വഹാബിമാർ ചെയ്ത ത്യാഗത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗമെങ്കിലും ഇൽമിൻ്റെ വഴിയിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നാം കൃതാർത്ഥരായി. 17 ദിവസം കൊണ്ട് ഒരു ഭാഷ പഠിച്ച സ്വഹാബിയുണ്ട്. ഒരു ഭാഷ, അറിയാത്തൊരു ഭാഷ. ഇമാം അഹ്മദ് എന്നവർ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, സയ്യിദേ, ജൂതന്മാർ എനിക്ക് കത്തയക്കുന്നുണ്ട്. യഹൂദികളുടെ കത്തുകൾ എനിക്ക് വരുന്നു. അവരെഴുതുന്നത് സുരിയാനി ഭാഷയിലാണ്. അതുകൊണ്ട് തഅല്ലമിസ് സുരിയാനിയ, നിങ്ങൾ സുരിയാനി ഭാഷ പഠിക്കണമെന്ന് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ തഅല്ലംതുഹാ, ആ ഭാഷ ഞാൻ പഠിച്ചത് 17 ദിവസം കൊണ്ടാണ് ഞാൻ പഠിച്ചത്. വെറും 17 ദിവസം, 17 ആഴ്ചയല്ല, 17 ദിവസം കൊണ്ട് ഒരു ഭാഷ പഠിച്ചു എന്ന് മഹാൻ പറയാ. നിബിതങ്ങൾക്ക് വരുന്ന കത്തുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ സുരിയാനി ഭാഷ വായിച്ച് നിബിതങ്ങൾക്ക് അറബിയിൽ തർജ്ജമ ചെയ്തു കൊടുക്കും. നിബിതങ്ങൾ ജൂതന്മാർക്ക് എഴുതുന്ന കത്തുകൾ അവരുടെ ഭാഷയിൽ ഞാൻ എഴുതി കൊടുക്കും. ഇത് ഞാൻ പഠിച്ചത് 17 ദിവസങ്ങൾ കൊണ്ടായിരുന്നു. ഇമാം തുർമിദി, ഇമാം അഹ്മദ് എന്നവരൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. എന്തൊരു ഇൻസ്പിറേഷൻ അല്ലേ! ഇത്രയും വലിയ ഐക്യു ഉണ്ടായിരുന്ന സ്വഹാബിമാർ. ആ മഹാനാണ് വിശുദ്ധമായ ഖുർആൻ
ജംഅ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചപ്പോൾ വിശുദ്ധമായ ഖുർആൻ ജംഅ് ചെയ്യുന്ന ദൗത്യം ഏറ്റെടുത്തത് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സയ്യിദ് ഇബ്നു സാബിത്തേ, വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ എല്ലിൻ കഷ്ണങ്ങളിലും തോൽ കഷ്ണങ്ങളിലും പാറക്കല്ലുകളിലും എഴുതി വെച്ചത് നിങ്ങൾക്കറിയുമല്ലോ. നിങ്ങൾ ഹബീബിന്റെ വഹി എഴുതി കൊടുക്കുന്നവരായിരുന്നില്ലേ? ഹബീബിന്റെ സ്ക്രൈബാണ് മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അത് നിങ്ങളൊന്ന് ജംഅ് ചെയ്യണം. ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ നിങ്ങളൊന്ന് ഒരുമിച്ചതിനെ ക്രോഡീകരിക്കണമെന്ന് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് എന്നവർ പറഞ്ഞൊരു വാക്കുണ്ട്, അബൂബക്കർ സിദ്ദീഖ് എന്നവരെ, ഈ ഒരു മഹാദൗത്യം നിങ്ങൾ എന്നെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്, ഇതിലും വലുത്, ഇതിലും എനിക്ക് ഏറ്റവും എളുപ്പമായത് ഒരു പർവ്വതം അവിടെ നിന്ന് എടുത്തു മാറ്റണം എന്ന് പറയലായിരുന്നു. ഒരു പർവ്വതം എടുത്തു മാറ്റാനാണ് എന്നോട് പറഞ്ഞതെങ്കിൽ അത്ര എനിക്ക് ഭാരം തോന്നുമായിരുന്നില്ല. അള്ളാഹുവിന്റെ വചനം, വിശുദ്ധമായ ഖുർആൻ, അതിന്റെ ഒഥന്റിസിറ്റിയോടുകൂടെ ജെന്യുവിനായി ഒരക്ഷരം പോലും നഷ്ടപ്പെടാതെ വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളെ ഞാനത് ക്രോഡീകരിക്കണമെന്ന് നിങ്ങൾ എന്നെ ഏൽപ്പിക്കുമ്പോൾ അങ്ങയിൽ എന്നിലുള്ള വിശ്വാസം ഞാൻ അംഗീകരിക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്യുന്നു സിദ്ദീഖ് എന്നവരെ. പക്ഷേ ഇതൊരു ഈസി ടാസ്ക് അല്ല, ഇത് വലിയൊരു പ്രയാസകരമായ ജോലിയാണ്. ആ ദൗത്യം മഹാനവറുകൾ വളരെ പോസിറ്റീവായിട്ട് ഏറ്റെടുത്തു എന്നത് അത്ഭുതം. പോസിറ്റീവായിട്ട് ഏറ്റെടുത്തു. നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുമ്പോഴേ കുറച്ച് ടഫുള്ള വിഷയങ്ങളുണ്ടാവും. സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്. ചില പുസ്തകങ്ങൾ ഇങ്ങനെ നുണഞ്ഞാൽ മതിയാവുന്ന ഒന്നൊറ്റ ഒരു വായന വായിച്ചാൽ അങ്ങ് മനസ്സിലാവും. ചില പുസ്തകങ്ങൾ, ചില കിതാബുകൾ 2-3 തവണ വായിക്കേണ്ടി വരും. സം ആർ ടു ബി ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റഡ്. ചിലതങ്ങ് ചവച്ചരച്ച് കുടിക്കേണ്ടി വരും. ചിലതങ്ങ് നുണഞ്ഞാൽ മതിയാവും. ചിലത് 4, 5, 10, 20 തവണ ഓതി നോക്കേണ്ടി വരും അത് മനസ്സിലാവാൻ. പക്ഷെ ആ ഒരു കറേജ്, ആ ഒരു പേഷ്യൻസ് നമുക്കുണ്ടെങ്കിൽ മറ്റൊരുപാട് കാര്യങ്ങൾ പിന്നീട് എളുപ്പമാകും. ഭാഷകളിൽ ഏറ്റവും വലിയ ഭാഷ അറബ് ഭാഷ തന്നെയാണ്. അത്രത്തോളം മനോഹരമായ ഒരു ഭാഷ ലോകത്തില്ല. അത്രയും പ്രിസൈസ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇൻഡെപ്ത് മീനിങ് ഉള്ള ഇത്രയും മനോഹരമായൊരു ഭാഷ അല്ലാഹു ഖുർആനിന് ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വളരെ വ്യക്തമായ അറബ് ഭാഷയിൽ തന്നെയാണ് ഖുർആൻ എന്ന് അലങ്കാരത്തിലും അഭിമാനത്തിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭാഷാ പഠനം വലിയൊരു ദൗത്യമാണ്, ഒരു ടാസ്ക്കാണ്. അത് നൈപുണ്യം നേടിയെടുക്കൽ നിർബന്ധമാണ്. മഹാനായ മുഹമ്മദ് ബിൻ ജരീർ ത്വബരി റഹ്മത്തുള്ളാഹി തആല അലൈഹി, അവിടുത്തെ ശിഷ്യന്മാരെ വിളിച്ച് താരീഖ് ത്വബരി ഉണ്ട്, ഇമാം ത്വബരിയുടെ താരീഖുണ്ട്, ചരിത്ര ഗ്രന്ഥമുണ്ട്. വിദ്യാർത്ഥികളോട് ചോദിച്ചതാണ്, മുതഅല്ലിമീങ്ങളോട്, മില്ലദുൻ ആദം ഇലാ യൗമിനാ ഹാദാ. വലിയ മെമ്മറി ഉണ്ടായിരുന്ന മഹാനായ മുഹമ്മദ് ബിൻ ജരീർ ത്വബരി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അപാരമായ മെമ്മറിയാണ്. കുട്ടികളെ, നമുക്ക് ചരിത്രം എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. എവിടെ മുതൽ? ആദം നബി മുതൽ ഇന്നത്തെ ദിവസം വരെയുള്ള ചരിത്രം. അപ്പൊ കുട്ടികൾ ചോദിച്ചു, ഉസ്താദ് പറഞ്ഞു കൊടുക്കുക ചെയ്യുക, കുട്ടികളാണ് എഴുതേണ്ടത്, എത്ര പേജ് ഉണ്ടാവുമെന്ന് ചോദിച്ചു. ആയിരക്കണക്കിന് പേജുകൾ, 30,000, ഒരു 30,000 പേജൊക്കെ വരും. അല്ലാ, അതൊക്കെ എഴുതി തീരുമ്പോഴേക്കും മരിച്ചു ഒരു ഉസ്താദെ, അത്രയൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. ഒന്ന് ചുരുക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് 3,000 ഒരു 3,000 പേജ് അത് എഴുതാന്ന് പറഞ്ഞു. 3,000 പേജ് ടൈപ്പ് ചെയ്യാനല്ലേ, അതൊക്കെ എത്ര എളുപ്പമാണ്. ഇന്നത്തെ പേനയുമല്ല, മഷിയിൽ കുത്തിയിട്ട് കലം എന്ന് പറഞ്ഞാൽ തന്നെ ചെത്തിയെടുക്കാന്ന്, ആ ഒരു മുളയുടെ കഷ്ണമൊക്കെ കുത്തിയിട്ട് എഴുതണം. അങ്ങനെ 3,000 പേജിൽ അവർ താരീഖ് എഴുതി. അപ്പൊ തന്നെ മഹാൻ പറഞ്ഞു, മാതത്തിൽ ഹിമം, ഡിറ്റർമിനേഷൻ ഹാസ് പാസ്ഡ് അവേ. മനസ്സിലൊന്നും നിങ്ങൾക്കൊരു ധൈര്യമോ ഈ ഒരു ഉന്മേഷമോ ഒന്നും കാണുന്നില്ലല്ലോ. 30,000 എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇത് കൂടുതലാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. 3,000 അവർ ഓക്കെ എന്ന് പറഞ്ഞു, അത് വേറെ വിഷയം. ആ 3,000 എന്ന് പറഞ്ഞപ്പോൾ മഹാൻ പറഞ്ഞു, എവിടെ മനോധൈര്യം ഒന്നും ഇല്ലല്ലേ, 3,000 മതിയോ എന്ന് ചോദിച്ചു. ഏതായാലും 3,000 എഴുതി. മഹാൻ പറഞ്ഞു, നമുക്കൊന്ന് തഫ്സീർ എഴുതിയാലോ. തഫ്സീർ ത്വബരി ഉണ്ടെന്ന്, തഫ്സീർ എഴുതില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടികൾ വീണ്ടും ചോദിച്ചു, എത്ര പേജ് കാണും ഉസ്താദെ? ഒരു 30,000 പേജൊക്കെ കാണുമെന്ന് പറഞ്ഞു. യാ അല്ലാഹ്,
പറ്റൂല ഉസ്താദെ, ഡിസ്കൗണ്ട് വേണം. അങ്ങനെ ചുരുക്കിയിട്ട് 3000 പേജ് പറ്റുമെന്ന് ചോദിച്ചു. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തഫ്സീർ എഴുതി. ആ തഫ്സീറാണ് തഫ്സീർ തബരി. നമ്മൾ ഇന്ന് കാണുന്ന മുഹമ്മദ് ബിൻ ജരീർ തബരി തങ്ങളുടെ തഫ്സീർ. താരീഖ് തബരിയുണ്ട്. ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു ലോകത്ത് നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യണം? അന്ന് സൗകര്യക്കുറവുള്ള കാലത്ത് 3000 പേജ് എന്ന് പറഞ്ഞ് അന്നത്തെ മുത്തഅല്ലിമീങ്ങൾ ഓക്കെ. ഇന്ന് ഉസ്താദുമാര് ഫത്ഹുൽ മുഈൻ അർത്ഥം വെച്ച് തരാണ്. മസ്അല പറയാം, 1 പേജ് മതി ഉസ്താദ്, ഇനി അടുത്ത പീരീഡ് എടുത്താൽ പോരെ. കുഴങ്ങിപ്പോയി, കേട്ടിട്ട് കുഴങ്ങിപ്പോയി. ദർസെടുത്ത ഉസ്താദല്ലേ പറയുന്നത്. മുത്തഅല്ലിം പറഞ്ഞു, ഉസ്താദേ ഇനി അടുത്ത പേജ് തുടങ്ങല്ലേ, അടുത്ത ക്ലാസ് തുടങ്ങിയാൽ പോരെ. 1 പേജ് ആകുമ്പോൾ 2 പേജ് ആകുമ്പോഴേക്കും മാസത്തിൽ ഹിമ്മത്ത് കുറഞ്ഞു പോകരുത്. ഇൽമുള്ളിടത്ത് നിന്നാണ് ദീനിന് ഇസ്സത്തുണ്ടാവുക. വായിച്ചാലും തീരാത്തത്ര ഇൽമ്, ദീനിൻ്റെ ശാസ്ത്രങ്ങളിൽ എഴുതി വെക്കപ്പെട്ട കിതാബുകൾ. അതിൻ്റെ പേജ് വായിച്ച് തീരുമ്പോഴേക്കും സമയം തീർന്നു. അത്രയും കിതാബുകൾ മഹാന്മാരുടേത് രേഖപ്പെട്ട് കിടക്കുകയാണ്. അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ മഹാസാഗരങ്ങൾ. അങ്ങനെ വലിയൊരു പണ്ഡിതയായിരുന്നു നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അന്നൊന്നും MBBS എന്ന് പറയാത്തത് കൊണ്ടാ മഹദി റളിയല്ലാഹു അൻഹ തിബ്ബിൽ, മെഡിസിനിൽ നല്ല അവഗാഹമുണ്ടായിരുന്ന പണ്ഡിതയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഉർവത്ത് ബിൻ സുബൈർ എന്നവരെ പറയുന്നുണ്ട്, ആയിഷ ബീവി അവരുടെ എളാമയാണ്, അസ്മാ ബീവിന്റെ മോനാണ്. അപ്പൊ പറയാണ് ഉമ്മ എന്നാ വിളിക്കാം. ഉമ്മ അബ്ദുല്ല എന്നാണ് ആയിഷ ബീവി അറിയപ്പെടുന്നത്. അബ്ദുള്ളയുടെ ഉമ്മ. ആയിഷ ബീവി ആരെയും പ്രസവിച്ചിട്ടില്ല. പക്ഷേ അബ്ദുള്ളന്റെ ഉമ്മ എന്ന് ആയിഷ ബീവിയെ പറയുന്ന അസ്മാ ബീവിന്റെ മോൻ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവരെ കുറിച്ചാണ്. ഉമ്മ അബ്ദുല്ലാഹി ആയിഷത്തു സിദ്ദീഖ അൽ മുബറഅത്തി മിൻ ഫൗഖി 7 സമാവാത്ത് റളിയല്ലാഹു തആല അൻഹ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് എന്നവരുടെ മോള്. ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഉർവത്ത് ബിൻ സുബൈർ എന്നവർ, അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവരുടെ ജ്യേഷ്ഠൻ, മഹാനവറുകൾ താബിഇയാണ്, അനുജനായിരിക്കും. അനുജൻ ഉർവത്ത് ബിൻ സുബൈർ എന്നവർ. അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവർ സ്വഹാബിയാണല്ലോ. ഉർവത്ത് ബിൻ സുബൈർ എന്നവർ താബിഇയാണ്. മഹാനവറുകൾ ചോദിച്ചു, ഉമ്മ ഹദീസിലും ഖുർആനിലും നിങ്ങൾക്ക് അവഗാഹമുണ്ട് എന്നതിൽ എനിക്കൊരു അത്ഭുതമല്ല. കാരണം നിങ്ങൾ ഹദീസും ഖുർആനും പറഞ്ഞു തരുന്ന ഹബീബിന്റെ ഭാര്യയാണ്. പക്ഷെ നിങ്ങൾ മെഡിസിനിൽ എങ്ങനെയാണ് ആയിഷ ബീവി നിങ്ങൾക്ക് ഇത്ര വലിയ അറിവുണ്ടായത്? ഇത് വലിയ അത്ഭുതമാണല്ലോ. നിങ്ങൾ എവിടുന്ന് പഠിച്ചു മെഡിസിൻ എന്ന് ചോദിച്ചു. MBBS-നൊക്കെ മക്കളെ പറഞ്ഞേക്കുമ്പോഴേ നമ്മുടെ ഉമ്മയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ പഠിച്ചൊരു വിഷയമാണിത്. ആ മാർഗത്തിൽ തന്നെ ആവട്ടെ തങ്ങളുടെ മക്കളും എന്ന ഒരു ചിന്തയിൽ പറഞ്ഞയച്ചാൽ അതൊക്കെ ഒരു ഖൈറായ കൂലി കിട്ടുന്ന കാര്യമാണ്. ഇത് 4 ആളെ മുമ്പിൽ എൻ്റെ മോള് ഡോക്ടറാണ്, എൻ്റെ മോൻ ഡോക്ടറാണ്, മോളെ കെട്ടിയത് ഡോക്ടറാണ്, മകൻ കെട്ടുന്നത് ഡോക്ടറാണ്, ഇത് പറയുന്ന ഒരു അഭിമാനം, ഒരു ഫഖ്ർ, ഇതിന് മാത്രമാണെങ്കിൽ കൊടുത്ത കാശൊക്കെ പോയി. നേരെ മറിച്ച് ഇത് നമ്മുടെ ഉമ്മയുടെ മാതൃകയാണ്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ അത് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പഠിച്ചെടുത്ത വിഷയമാണ്. ഖന്തഖ് യുദ്ധം നടക്കുമ്പോൾ, നബിതങ്ങളുടെ മഷ്വറ നടക്കുമ്പോൾ സ്വഹാബികളിൽ ഒരാളെ മാത്രം നബിതങ്ങൾ തിരക്കി. സൽമാൻ എവിടെ? സൽമാൻ റളിയല്ലാഹു അൻഹു വന്ന് ഉഹദ് മലയുടെ മുകളിലൂടെ നടക്കുകയാണ്. സൽമാൻ തങ്ങൾ തിരിച്ചു വന്നപ്പോൾ തങ്ങൾ ചോദിച്ചു, സൽമാൻ നമ്മളൊരു വിഷയത്തിൽ കൺസൾട്ടേഷൻ നടത്തുകയായിരുന്നു, ഒരു മഷ്വറ, നിങ്ങളെ കണ്ടില്ലല്ലോ പൊന്നാര നബിയെ. ഞാൻ മദീനയുടെ ഒരു ഏരിയൽ വ്യൂ എടുക്കുകയായിരുന്നു. അന്ന് ഇപ്പോൾ ഡ്രോണുകളൊന്നും, ഇവിടെ ഡ്രോൺ ഇങ്ങനെ പറക്കുന്ന കണ്ടല്ലോ, ഫോട്ടോ എടുക്കുന്ന. അന്ന് ഡ്രോണുകളില്ല, ഏരിയൽ വ്യൂ കിട്ടണം. മേലെ നിന്നിട്ട് മദീനയുടെ ചുറ്റും ഏത് ഭാഗങ്ങളിലൊക്കെ മലകളുണ്ട്, ഏത് ഭാഗമാണ് വൾനറബിൾ ടു അറ്റാക്ക്, ശത്രുക്കൾ വന്ന് അടിക്കാൻ സാധ്യതയുള്ള ഭാഗം ഏതാണ്, ഏത് ഭാഗങ്ങളിലൊക്കെയാണ് വീടുകളുള്ളത് എന്ന് മദീനയുടെ ഒരു സ്കൈ വ്യൂ, ഒരു ഏരിയൽ വ്യൂ കിട്ടാൻ വേണ്ടി ഉഹദ് മലയുടെ മുകളിൽ കയറിയതായിരുന്നു സൽമാൻ റളിയല്ലാഹു അൻഹു. എന്നിട്ടാ പറഞ്ഞത്, നബിയേ മദീനക്ക് 3 കിലോമീറ്റർ ദൂരം, 5000 മുഴം എന്നാ പറയാ, 5000 മുഴം നമുക്ക് മദീനയുടെ ഒരു ഭാഗം നമുക്ക് ഓപ്പൺ ടു അറ്റാക്ക്, അവിടെ ശത്രുക്കൾ വന്ന് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടം ഞങ്ങൾ ഇറാനിൽ ചെയ്തിരുന്ന പോലെ മുഹമ്മദ് നബിയെ അംസിക്, നിർത്തണം. അവർക്ക് അടിമക്ക് 2 കൂലിയ. അപ്പൊ ഒരു ജീവൻ കൊടുക്കാൻ കൂടെ പോകേണ്ടതുണ്ട്. അടിമക്കത് കഴിയില്ല ഉടമയുടെ സമ്മതമില്ലാതെ. വലൽ ഹജ്ജു,
ആഗ്രഹം തോന്നുമ്പോഴൊക്കെ വിശുദ്ധമായ മക്കയിൽ ചെന്ന് ഒന്ന് ഹജ്ജ് ചെയ്യണമെന്ന് കൊതിയുണ്ട്. വലാ ബിർറു ഉമ്മീ, യതീമായി ജനിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഉമ്മയാണ് തണല്. എൻ്റെ ഉമ്മയുടെ കൂടെ ഖിദ്മത്ത് ചെയ്യാൻ ഞാൻ അടിമയായാൽ എനിക്ക് പറ്റില്ലല്ലോ. എൻ്റെ ഉടമ എന്നെ സമ്മതിച്ചില്ലെങ്കിലോ എൻ്റെ ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കാനും ഹജ്ജ് ചെയ്യാനും അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ജീവത്യാഗം ചെയ്യാനും അവസരം കിട്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അല്ലായിരുന്നുവെങ്കിൽ ഞാനൊരു അടിമയായി ജീവിച്ചു മരിക്കാൻ കൊതിക്കുകയാണ് എന്ന് പറഞ്ഞു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഒരു ഹദീസാണത്. ആ ഒരു ഹദീസിനെ മഹാനവറുകൾ ജീവിതത്തിലേക്ക് എടുക്കുകയാണ്. തങ്ങളത് പറഞ്ഞപ്പോൾ എനിക്കതിന് ആഗ്രഹമുണ്ട്. യാ അല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ ഒരു മയ്യിത്തിന് ജനാസയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യാൻ തുടങ്ങി. ഫസമിഅ്തുഹു യദ്ഉ ലിൽ മയ്യിതി യഖൂൽ, പുണ്യനബി തങ്ങൾ മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു, അല്ലാഹുവേ ഈ മയ്യിത്തിന് പുറത്തു കൊടുക്കണേ, വർഹംഹു നീ കരുണ ചെയ്യണമേ. ഒന്ന് കണ്ണ് തുറക്കാൻ പോലും കഴിയാത്ത, തുറന്നു വെച്ച കൺപോളെ ഒന്ന് അടക്കാൻ പോലും കഴിയാതെ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ അല്ലാഹു ആ മൗത്തിന്റെ രംഗം അല്ലാഹു ഈമാനിലും പരിപൂർണമായ അള്ളാഹുവിന്റെ ലിഖാഇനെ കൊതിച്ചുകൊണ്ടും മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. നമ്മോട് ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനുകൾക്കും അല്ലാഹു തന്നെ തൗഫീഖ് നൽകട്ടെ. ഖാമ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ജനാസത്തിൻ ഫസമിഅ്തുഹു യദ്ഉ ലിൽ മയ്യിത്ത്, പുണ്യനബി മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്തു എന്നായി പറയുന്നത്. ഒരു പക്ഷേ ജനാസ നിസ്കാരത്തിലാവാം, അല്ലാതിരിക്കാം. മയ്യിത്തിന് വേണ്ടി ദുആ എന്നാണ് ഇവിടെ പറയുന്നത്. മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. ആ കാര്യം കൂടെ പറയാം. മയ്യത്തിന് വേണ്ടി ദുആയിരുന്നൂടാ എന്ന് പറയുന്ന മുസ്ലിമീങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കാണാം. മയ്യത്ത് അവിടെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മുസ്ഹഫ് എടുത്ത് ഓതാൻ വരെ വിടൂല. അതൊക്കെ ബിദ്അത്താന്നാ പറയാ. അഅദനല്ലാഹ്, അല്ലാഹുവിന്റെ കലാം ഓതൽ എങ്ങനെ ബിദ്അത്താവും? മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യൽ എങ്ങനെ ബിദ്അത്താകും? തങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞല്ലേ ചെയ്യാൻ പാടില്ലാത്തത്. ഇബാദത്തിന്റെ വിഷയം വിശാലമായി ഒഴിച്ചിട്ട് തന്ന പലതും പറ്റില്ല എന്ന് പറഞ്ഞ് എത്ര ഇബാദത്തുകൾ, എത്ര ഉമ്മമാർക്ക് വാപ്പമാർക്ക് ജനാസയായി എടുത്തുകൊണ്ടു പോകുമ്പോൾ ഒരു ദുആ തൽഖീൻ കിട്ടാതെ ഉസ്താദുമാരെയും മുതഅല്ലിമീങ്ങളെയും വിളിച്ചിട്ടെങ്കിലും, സ്വന്തം വീട്ടുകാർക്ക് ദ്വാരക്കാൻ വയ്യ, എന്നാൽ ഒരു മുതഅല്ലിമിനെ വിളിച്ചിട്ടെങ്കിലും ഒരു ദുആ ചെയ്യിപ്പിക്കാൻ സാധിക്കാതെ പോകുന്ന ഹതഭാഗ്യന്മാർ. എന്ത് പാർട്ടിക്ക് സിന്ദാബാദ് വിളിച്ചിട്ടെന്താ, മരിച്ചു പോകുമ്പോൾ ഫക്കീറായിട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് പോകൂലേ? ഷഫാഅത്ത് കൊണ്ടല്ലേ നമ്മൾ രക്ഷപ്പെടുന്നത്. മുഅ്മിനീങ്ങളുടെ ദുആ ഷഫാഅത്താണ്. മുഅ്മിനീങ്ങളുടെ ദുആ ഷഫാഅത്താണ്. നമ്മൾ എത്ര വലിയ പാപികളാണെങ്കിലും കൂടെയുള്ള ആളുകളുടെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തിയേക്കും. ഞാൻ അവസാനിപ്പിക്കാൻ വലീദ് ഫൈസൽ ഉസ്താദ് എത്തിയിട്ടുണ്ട്. നമുക്ക് ദുആ മജ്ലിസിലേക്ക് കടക്കാൻ സമയമായിട്ടുണ്ട്. പുണ്യനബി ദുആ ചെയ്തു കൊടുത്തു മയ്യത്തിന്. ആമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ മയ്യത്തിന്റെ അരികത്ത് നിന്ന് ദുആ ചെയ്തു. ഫസമിഅ്തുഹു യദ്ഉ, നബി തങ്ങൾ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടുവെന്ന് ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, പടച്ചവനെ പുറത്തു കൊടുക്കണേ, വറഹംഹു വആഫിഹി, മാപ്പ് ചെയ്യണേ, റഹ്മത്ത് ചെയ്യണേ, വഅഫു അൻഹു, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണേ, വഅക്രിം നുസുലഹു, നിന്റെ അതിഥിയാണ് റബ്ബേ, ഖബറിലേക്ക് വരുമ്പോൾ നിന്റെ ആതിഥ്യം നീ ബഹുമാനത്തോടെ കൊടുക്കണമേ. വവസ്സിഅ മുദ്ഖല, ഇടുങ്ങിയ സ്ഥലത്തേക്കാ വരുന്നത്. ഖബർ ഇടുങ്ങിയ ഇടമാണ്. അല്ലാഹുവേ വിശാലമാക്കി കൊടുക്കണേ. വഗ്സിൽഹു ബിൽമാഇ വത്തൽജി വൽ ബറദ്, അല്ലാഹുവേ മഞ്ഞുതുള്ളി കൊണ്ട്, ശുദ്ധമായ വെള്ളം കൊണ്ട്, തണുത്ത വെള്ളം കൊണ്ട് നീ അവരെ കഴുകി ശുദ്ധിയാക്കണേ. അല്ലാഹുവേ കമാ യുനഖ ثوبുൽ അബീദു മിനദ്ദനസ്, തിന്മകളിൽ നിന്ന് അല്ലാഹുവേ വെള്ളവസ്ത്രം കഴുകി ശുദ്ധിയാക്കി എടുക്കുന്ന പോലെ, ഒരു വെള്ളവസ്ത്രം കഴുകിയാൽ അതിന്റെ വൃത്തി തെളിഞ്ഞു വരുന്ന പോലെ ഈ പാവം മനുഷ്യനെ നീ മാപ്പ് ചെയ്യണേ. വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി, ദുനിയാവിന്റെ വീടിനേക്കാളും ഖൈറായ സ്വർഗ്ഗത്തിലെ വീട് കൊടുക്കണമേ. വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി, തന്റെ ഭാര്യയെ അല്ലെങ്കിൽ തന്റെ ഭർത്താവിനെ ദുനിയാവിലെ സ്വഭാവത്തെക്കാളും ഏറ്റവും നല്ല സ്വഭാവമുള്ളവരായി മാറ്റിക്കൊടുക്കണമേ നാളെ സ്വർഗ്ഗത്തിൽ. അതിനർത്ഥം അതാണ്. അല്ല ഭാര്യനെ മാറ്റി വേറെ ഭാര്യയെ കൊടുക്കണേ എന്നല്ല അവിടെ ഉദ്ദേശം.
ഈ ഗൾഫിലൊക്കെ പോയി അറബി പഠിച്ചോലേ ഈ ഹദീസ് അർത്ഥം വെക്കുമ്പോൾ അതിനെ ഉദ്ദേശിച്ചിട്ട് ഭാര്യനെ ഒഴിവാക്കി അവിടെ വേറെ ആളെ തിരഞ്ഞെന്നിട്ടാണോ ഈ പറയുന്നത്, അല്ലെങ്കിൽ ഭർത്താവിനെ മാറ്റി അല്ലല്ല. മുഅ്മിനീങ്ങളായ ആളുകൾ അവിടെയും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുന്നതാണ്. കാരണം ഈ ദുന്യാവിലെ സ്വഭാവമോ ദുന്യാവിലെ രൂപമോ അല്ല സ്വർഗീയവാസികൾക്ക് അല്ലാഹു നൽകുന്നത്. ഏറ്റവും വലിയ ഹൂരികളെക്കാളും സൗന്ദര്യമുള്ളവരാണ് മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ. മുഅ്മിനത്തുകളായ ഈ അതിസുന്ദരിമാരുടെ സുന്ദരികളായ വേലക്കാരികൾ മാത്രമാണ് ഹൂരികളെന്നാണ് പരിശുദ്ധൻ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഈ പറയുന്നത്, വസൗജൻ ഖൈറൻ മിൻ സൗജി വഅദ്ഖിൽഹുൽ ജന്ന, റബ്ബേ സ്വർഗ്ഗം കൊടുക്കണേ, വഅഇദുഹു മിൻ അദാബിൽ ഖബ്ർ വഫിത്നതിഹി വമിൻ അദാബിൻ നാർ, നരകത്തിന്റെ ശിക്ഷ കാക്കേണമേ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് കാവൽ കൊടുക്കണമേ. അദാബുൽ ഖബ്ർ ഹഖ്ഖുൻ, വിശുദ്ധ ഹദീസ് കൊണ്ട് തെളിഞ്ഞ വിഷയമാണത്. അല്ലാഹുവേ ഖബർ ശിക്ഷയിൽ നിന്ന് കാക്കേണമേ എന്ന് ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്യുന്നത് ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ പറഞ്ഞു പോയി. ഖാല ഔഫുൻ, ഔഫ് എന്നവർ പറഞ്ഞു പോയി, വദിത് ഹത്താ തമന്നൈതു, ഞാൻ കൊതിച്ചു പോയി, അൻ അകൂന ദാകൽ മയ്യിത്ത്, തങ്ങൾ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് ആ മയ്യിത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചുപോയി. ഇങ്ങനൊരു പ്രാർത്ഥനയല്ലേ നബി തങ്ങൾ ചെയ്യുന്നത്? അത് ഇൻഫിആലാണ്. ഒരു ഹദീത്ത് കേൾക്കുമ്പോൾ, ഒരറിവ് ലഭിക്കുമ്പോൾ, പടച്ചവനെ എനിക്കത് കിട്ടണമേ, ഞാനും അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നത് ആ ഹദീത്തിനോട് ചെയ്യുന്നൊരു അദബാണ്. പുണ്യ നബി തങ്ങളത് പറഞ്ഞു, ആ ദുആ ചെയ്തപ്പോഴേ, യാ റബ്ബ്, ആ മണ്ണിൽ കിടക്കുന്ന മനുഷ്യൻ, അയാൾക്ക് പകരം ഞാനായിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നല്ലോ റബ്ബേ ഈ പ്രാർത്ഥനയെന്ന് കൊതിച്ചു പോകുന്ന സ്വഹാബിമാർ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിനെ ചെലവഴിക്കുന്നത് വരെ ഏറ്റവും നല്ല നന്മ നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ ബൈറഹ എന്ന തന്റെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ഈത്തപ്പന തോട്ടമൊന്നാകെ ദീനിന് വഖഫ് ചെയ്തു കൊടുത്ത സുഹാബിയാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു. അത് കേൾക്കുമ്പോഴേക്കുമുള്ള അതിന് പ്രതികരണമാണ്. ഇൽമിന്റെ ഇന്നമാ സമറത്തുൽ ഇൽമിൽ അമൽ, ഇൽമിന്റെ ഏറ്റവും വലിയ ഫ്രൂട്ട് എന്ന് പറയുന്നത് അമലാണ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹും, രണ്ട് സ്വഹാബിമാർ, ഇവരാണ് മദീനയിൽ വന്ന് ആദ്യം ദഅവത്ത് ചെയ്തത്. മദീന കീഴടക്കിയത് യുദ്ധം കൊണ്ടല്ല, നിങ്ങൾ മനസ്സിലാക്കണം. മദീന ഇസ്ലാമിലേക്ക് വന്നത് ഖുർആൻ കൊണ്ടാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഒരു പള്ളി ഉണ്ടാക്കി. സിദ്ദീഖ് എന്നവരുടെ സ്വന്തം ചെലവിലൊരു പള്ളി ഉണ്ടാക്കി. ഞാൻ അവസാനിപ്പിക്കാന്ന് പറഞ്ഞിട്ട് കുറേ നേരം, എന്താ നിർത്താത്തത്? ഇപ്പം നിർത്തുവേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളി ഉണ്ടാക്കിയിട്ട് കാന യഖൂമുൽ ലൈൽ യഖറ, മഹാനവറുകൾ ഖുർആൻ ഓതുകയാണ് രാത്രി മുഴുവനും. അങ്ങനെ ഖുറൈശികൾ പേടിച്ചു. അവിടുത്തെ കുഫാറുകളുടെ മക്കളും പെണ്ണുങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തഹജ്ജുദിന്റെ ഖിയാമുൽ ലൈലിന്റെ ഖിറാഅത്ത് കേൾക്കാൻ വേണ്ടി സിദ്ദീഖ് എന്നവരുടെ കൊച്ചു പള്ളിക്ക് ചുറ്റും രാത്രി മുഴുവൻ ഉറങ്ങാതെ നിൽക്കുമായിരുന്നു. ഹത്താ, അവരെ പേടിച്ചു. ഖശിഉ അലാ ഔലാദിഹിം വനിസാഇഹിം, അവരുടെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ദീനിലേക്ക് അങ്ങ് പോയി പോകുമോ എന്ന് പേടിച്ചു. സിദ്ദീഖ് എന്നവരുടെ ഖിറാഅത്ത് കാരണം മദീന ജയിച്ചടക്കിയത് ഖുർആൻ കൊണ്ടാണ്. തങ്ങളെ മദീനത്തേക്ക് വരുന്നതിന്റെ മുമ്പ് മദീനയിലേക്ക് ദഅവത്തിന് പറഞ്ഞയച്ച രണ്ട് സ്വഹാബിമാർ, ഒന്ന് കണ്ണു കാണാത്ത സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു. മനുഷ്യന്റെ കണ്ണുകൾക്കല്ല, ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫിസ് സുദൂർ കമാ ഖാല അല്ലാഹ്. മനുഷ്യന്റെ കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത് ഹൃദയങ്ങൾക്കാണ്. ഇറ്റ്സ് നോട്ട് ദ ഐസ് ദാറ്റ് ആർ ബ്ലൈൻഡഡ് ബട്ട് ദ ഹാർട്ട്സ്. മനുഷ്യന്റെ മനസ്സിനാണ് അന്ധത ബാധിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം രണ്ട് കണ്ണുമില്ല, പക്ഷേ മദീനയിൽ തങ്ങൾ മദീനത്തേക്ക് വരുന്നതിന്റെ മുമ്പ് മക്കയിൽ നിന്ന് മദീനയിൽ വന്ന് ദഅവത്ത് തുടങ്ങി രണ്ട് സ്വഹാബിമാർ. മറ്റൊന്ന് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ രൂപമുണ്ടായിരുന്ന സ്വഹാബിയാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു, മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഉഹദിൽ പ്രത്യേകമായി ശത്രുക്കൾ അറ്റാക്ക് ചെയ്തു. അവർ വിചാരിച്ചു അത് നബിയാണെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുണ്ട്. ആ മുസ്അബ് എന്നവരും അബ്ദുല്ലാഹി ഇബ്നു മക്തൂം തങ്ങളും രണ്ടുപേരും മദീനയെ സജ്ജമാക്കിയത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടാണ്. ഖുർആനിന്റെ ഇൽമുകൾ മദീനക്കാർക്ക് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് അറിവ് കൊണ്ട്
ജ്ഞാനം കൊണ്ട് കീഴടക്കപ്പെട്ട നഗരമാണ് വിശുദ്ധമായ മദീന. സിദ്ദീഖ് എന്നവരുടെ പള്ളിയും ഉമർ എന്നവരുടെ മസ്ജിദും അലിയാർ തങ്ങളുടെ മുസല്ലയും പുണ്യ ഹബീബിന്റെ അൽ മസ്ജിദുൻ നബവിയും ഹബീബിന്റെ മസ്ജിദ് ഖുബാവും ഇതെല്ലാം നിർവഹിച്ച ദൗത്യം ഇൽമിന്റെ പ്രസരണമാണ്.